ഹലോ ട്രേഡേഴ്സ്, എൻ്റെ പേര് ബിനീഷ് എന്നാണ്. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഒരു റീറ്റെയിലർ എങ്ങനെ ഒരു റീറ്റെയിലർക്ക് ഒരു സ്ട്രാറ്റജി ഓട്ടോമേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓട്ടോമേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ്. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നേ വരെ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടും ഒരു വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഒരുപാട് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇൻ ഫ്യൂച്ചർ അതെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. മറ്റൊരു കാര്യം കൂടി, ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം ഒരിക്കലും ഇതിൻ്റെ ആഡ് റവന്യൂവിൽ നിന്ന് പൈസ സമ്പാദിച്ച് വലിയ പണക്കാരനായിക്കളയാം എന്നുള്ളൊരു ഐഡിയ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഗിമിക്സുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ കോടീശ്വരനാക്കി കളയാം എന്നുള്ളൊരു തരത്തിലുള്ള വാഗ്ദാനങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് ഓട്ടോമേഷൻ, എന്തിനാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്, ഒരു കോഡിംഗ് ഒന്നും അറിയില്ലാത്ത ഒരാൾക്കാണെങ്കിൽ കൂടി എങ്ങനെ സ്വന്തം സ്ട്രാറ്റജി ഓട്ടോമേഷനിലേക്ക് കൊണ്ടുപോകാം, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഐ എം ഷുവർ നിങ്ങൾക്കിത് വീഡിയോ കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയ വാല്യൂ എങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്, അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു സ്ട്രാറ്റജി എന്തിനാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അതായത് നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ചില ആളുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും, ചിലർ ഓപ്ഷൻ ബയേഴ്സ് ആയിരിക്കും, ചിലർ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്നും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സെറ്റപ്പിൽ മാർക്കറ്റ് വരും, നമ്മൾ എൻട്രി എടുക്കും. ഫസ്റ്റ് ട്രേഡ് ഓൾവേസ് പെർഫെക്റ്റ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡ് പ്രോഫിറ്റിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും പിന്നീട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചാർട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കും. നമുക്ക് പല സെറ്റപ്പുകളും കാണും. നമ്മൾ വീണ്ടും ട്രേഡ് കൊടുക്കും. എല്ലാം ആദ്യം കിട്ടിയതും കയ്യിലുണ്ടായിരുന്നതും എല്ലാം ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഒരുവിധം ഞാനടക്കമുള്ള എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സും ഒരു കാലഘട്ടത്തിലെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. ഈ ട്രേഡ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ സ്ട്രാറ്റജി, ഇപ്പോൾ അത് എന്ത് സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ കൂടി അത് നമ്മൾ ഒരു ടൂൾ ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യുകയാണ്. ഓട്ടോമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അതിന് പ്രത്യേകത? അതിന് ഒരിക്കലും നമ്മുടെ ഇമോഷൻസ് ഇൻവോൾവ് ആവുന്നില്ല. നമ്മളുടെ സെറ്റപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് പ്ലേസ് ആവുന്നു, നമ്മളുടെ ടാർഗറ്റ് വരുമ്പോൾ ട്രേഡ് എക്സിറ്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ വരുമ്പോൾ ട്രേഡ് എക്സിറ്റ് ആവുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടോട്ടലി ഈ പറയുന്ന ഇമോഷനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുകയാണ്. രണ്ടാമത്തേത് റൂൾസ്. അതായത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഒരു ട്രേഡിംഗ് ജേർണി പ്രോഫിറ്റിലേക്ക് ആവണമെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് ഡിസിപ്ലിനാണ്. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ശരിയാവണം. അപ്പോൾ 1:2 അല്ലെങ്കിൽ കുറേ ലോസിങ് ട്രേഡുകളുണ്ടാവും, കുറേ വിന്നിങ് ട്രേഡുകളുണ്ടാവും. അൾട്ടിമേറ്റ്ലി ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു പ്രോഫിറ്റിലായിരിക്കണം. അങ്ങനെയാണ് ഈ സാധനം നമുക്ക് ലോങ് ടൈമിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇമോഷൻസ് എപ്പോഴും ഇതിൽ വരുമ്പോഴുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് കൺട്രോളില്ല. നമ്മൾ ചിലപ്പോൾ ഇന്ന് 1:2 എടുക്കും, ചിലപ്പം ഇപ്പോൾ ചെറിയ ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ ഇറങ്ങും, ചിലപ്പോൾ വലിയ ലോസിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള എൻ്റെ പേഴ്സണലി കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം ട്രേഡിങ് തുടങ്ങിയിട്ടുള്ളത് ടോട്ടലി ലോസ് ആയിരുന്നല്ലോ. അപ്പോൾ ഈ ടോട്ടലി ലോസ് ആവാനുള്ള മെയിൻ കാര്യം 3-4 ദിവസത്തെ ലോസിങ് സ്ട്രീക്കുകളായിരുന്നു. അതർവൈസ് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ആണ് അത് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മുടെ സെറ്റപ്പ് മാത്രം ട്രേഡ് ചെയ്ത് റിസ്ക് റിവാർഡ് ഡിസിപ്ലിൻ മുതലായ കാര്യങ്ങൾ നമുക്ക് അച്ചീവബിൾ ആവും. അങ്ങനെ അതാണ് ഓട്ടോമേഷൻ്റെ ഒരു പ്രധാന കാര്യം. പിന്നെ രണ്ടാമത്തെ ടൈമാണ്. നമ്മൾ അവൈലബിൾ അല്ല സ്ക്രീനിന് മുമ്പിലെങ്കിലും അത് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്തോളൂ. നമ്മുടെ ഒരു മോണിറ്റർ മാത്രം ചെയ്താൽ നമ്മൾ ഇടയ്ക്ക്. അപ്പോൾ അതാണ് ഓട്ടോമേഷൻ്റെ ഒരു സാധ്യത. പക്ഷേ സാധാരണ ഈ ഓട്ടോമേഷൻ അൽഗോരിതമിക് ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രോപ്പ് ഫോം ലെവൽ അല്ലെങ്കിൽ ഒരു ഫണ്ട് ഹൗസ് ലെവൽ ഉള്ള ആളുകൾക്ക് മാത്രം അച്ചീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്നും കരുതിപ്പോരുന്നത്. അവരുടെ ഡേറ്റ സയൻസ് ഉപയോഗിച്ച് ഡേറ്റകൾ പഠിക്കുന്നു, എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് കിട്ടുന്നു, അത് അനലൈസ് ചെയ്ത് അവർ കൃത്യമായിട്ടുള്ള ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നു. അത് അവരുടെ ഒരു എഡ്ജാണ്. പക്ഷേ നമ്മൾ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അച്ചീവബിൾ അല്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റാണ്. ഈ നമ്മുടെ സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്തെടുക്കാനുള്ള കോസ്റ്റ്, പിന്നെ നമുക്കിതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഓട്ടോമേഷനിലേക്ക് ഈ റീറ്റെയിൽ ട്രേഡേഴ്സിനെ പിന്നിലേക്ക് വലിക്കാനുള്ള പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ചെറിയ സ്ട്രാറ്റജി ഓട്ടോമേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ഫോറക്സിലാണ്. അപ്പോൾ ഓട്ടോമേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഫോറക്സിൽ MT5 നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ MT5 അതിനെ വിളിക്കുന്നത് എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് എന്നാണ്, EA എന്ന് പറയും. അല്ലെങ്കിൽ നമുക്കതിനെ ഇപ്പോൾ ട്രേഡിംഗ് ബോട്ട് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ MT5 ആണ് ഏറ്റവും ബേസിക് ലെവലിലുള്ള, എൻ്റെ അറിവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഓട്ടോമേഷൻ അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം MT5നെ കുറിച്ച്. എനിക്ക് തോന്നുന്നു 90% ഫോറക്സ് ട്രേഡേഴ്സും MT5 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലായിരിക്കും മാക്സിമം ആളുകളും ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇതിനൊരു PC വേർഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് PC വേർഷനിൽ എങ്ങനെയാണ് ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. PC വേർഷനിൽ MT5ൻ്റെ ആപ്പ് ഈ കാണുന്ന സാധനമാണ്, മെറ്റാട്രേഡർ 5 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് തുറക്കാം. മെറ്റാട്രേഡർ 5 തുറന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ തുറന്നു വരും. കുറച്ച് ലോഡാൻ താമസിച്ചെടുക്കുന്നതാണ്. ഓക്കെ, ഇതാണ് മെറ്റാട്രേഡർ 5. മെറ്റാട്രേഡർ 5ലേക്ക് വന്നു. നമുക്കൊരു സ്ട്രാറ്റജി നമുക്ക് ട്രേഡിംഗ് വ്യൂ ബിൽഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂ. ഇതിനകത്ത് നമുക്ക് 2 മൂവിങ് ആവറേജ് ആഡ് ചെയ്യുന്നു. 1, 2 മൂവിങ് ആവറേജസ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ സിംപ്ലി മൂവിങ് ആവറേജ് ക്രോസ് ഓവർ സ്ട്രാറ്റജിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു എക്സാമ്പിളാണ്. ഇതൊരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി ആണെന്നോ ഒന്നും അവകാശപ്പെടുന്നില്ല. ഇത് ജസ്റ്റ് നമുക്കൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇവിടെ ഈ ക്രോസ് ഓവർ സ്ട്രാറ്റജി ആണല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ 9 EMA 50 EMA ക്രോസ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. 1:2, 1:3, 1:4 അങ്ങനെ റിസ്ക് റിവാർഡ് 3 വയ്ക്കുന്നു. അതിനനുസരിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് ഇവിടെ നമുക്ക് എൻട്രി കിട്ടും. 15 മിനിറ്റ്സിലേക്ക് പോകാം. നമുക്ക് ടൈം ഫ്രെയിം 15 മിനിറ്റ്സിലേക്ക് വന്നു. 15 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എൻട്രി കിട്ടും. ഷോർട്ട് സൈഡ് എൻട്രി. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും എൻട്രി കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്തു, SL വെച്ചു. എക്സാമ്പിളാണ്. നമ്മൾ 1:2 അല്ലെങ്കിൽ 1:3 റിസ്ക് റിവാർഡ് വെച്ചു. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് 3 പൊസിഷൻസ് ഓപ്പൺ ചെയ്യും. ഗോൾഡിൻ്റെ ആണ് ഇത്. XAU USD ഗോൾഡ്. ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന്. ഫസ്റ്റ് ട്രേഡ് 3 പൊസിഷൻസ് ക്രോസ് ഓവറിൽ നമ്മൾ ഓപ്പൺ ചെയ്യും. 0.01ൻ്റെ ഫസ്റ്റ് ട്രേഡ് 1:1 ആയി കഴിയുമ്പോൾ നമ്മൾ 1:2 ആയി കഴിയുമ്പോൾ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്യും. ബാക്കിയുള്ള 2 ട്രേഡുകളുടെയും TP 1:3, 1:4 ആയിരിക്കും. 2 കൂടെ ആഡ് ചെയ്യും. 1:3, 1:4 ഇവിടെ തന്നെ ആയിരിക്കും. 1:3 ഓക്കെ ആട്ടോ. 1:3, 1:4 ആയിരിക്കും. ആദ്യത്തേത് TP അടിച്ച് കഴിയുമ്പോൾ മറ്റ് 2 പൊസിഷനുകളുടെയും സ്റ്റോപ്പ് ലോസ് നമ്മൾ കോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് അതിന് ഓടാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഈ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു പേടിയായിരിക്കും, എനിക്ക് കോഡിങ് അറിയില്ല, അപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ. ഒരു 1-2 വർഷം മുമ്പ് വരെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ സംശയം വളരെ ശരിയായിരുന്നു. ഒരു കോഡിംഗ് ഒന്നും അറിയാതെ നമുക്ക് ഓട്ടോമേഷനിലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം ChatGPTയോട് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കോഡ് ഉണ്ടാക്കി തരും. പക്ഷെ എന്നിരുന്നാലും ബേസിക് കോഡിങ്ങിൻ്റെ ഒരു നോളജ് വേണ്ടത് ആവശ്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ തന്നെ കോഡിങ് അറിയാവുന്ന ആരെയും കൊണ്ടെങ്കിലും നമുക്കത് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ബേസിക്സ് ഇതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അധികം കോഡിങ് നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു 10-15-16 കൊല്ലം മുമ്പ് +2 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് BCA ഒരു 3 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം അതൊക്കെ ബേസിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെയൊക്കെ വരുന്നത്. ഞാൻ ഒരിക്കലും വന്നിട്ട് കോഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിട്ടില്ല. എൻ്റെ കർമ്മമേഖല വേറെ ആയിരുന്നു. എന്നിട്ടിപ്പോൾ ഒരു 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ഒരു ഓട്ടോമേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യം. ഇത് ഇങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് വർക്കാവുക. കാര്യം ഞാൻ ഈ ഒരു കാര്യത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അതിനുള്ള നോളജൊന്നുമില്ല എങ്ങനെയാണ്. പക്ഷേ ചെയ്യാൻ പറ്റും. ബേസിക് ChatGPTക്ക് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു കോഡ് ബേസ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മറ്റ് ടൂളുകളുണ്ട് വൈപ്പ് കോഡിംഗ് ഒക്കെ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരുപാട് കോഡിംഗ് AI ടൂളുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എങ്ങനെ ഇത് കോഡ് ചെയ്യാം എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സ്ട്രാറ്റജി പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്നിട്ട് ഇനി MT5ൻ്റെ ഇതിലേക്ക് പോകാം.
MT5-ൻ്റെ ഇതാണ് MT5-ൻ്റെ ഒരു ഇൻ്റർഫേസ്, ബേസിക് ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മൊബൈലിൽ MT5 യൂസ് ചെയ്യുമ്പം പോലെ തന്നെ ഇതിലും നമുക്ക് MT5-നകത്ത് ഓർഡർ പഞ്ച് ചെയ്യാം. ഓർഡർ പഞ്ച് ചെയ്യുന്ന ഇവിടെ ട്രേഡിൽ പോയിട്ട് ഇവിടെ നമുക്ക് ന്യൂ ഓർഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ന്യൂ ഓർഡറിൽ നമുക്ക് ഓർഡറൊക്കെ പ്ലേസ് ചെയ്യാൻ ട്രേഡ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്താൽ മതി. ഇവിടെ ഫയലിൽ പോയിട്ട് ഇതിനകത്ത് ഓപ്പൺ ആൻ അക്കൗണ്ട് കൊടുത്ത് നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഫോമിൻ്റെ അക്കൗണ്ടോ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടോ XNSൻ്റെ അക്കൗണ്ടോ ട്രേഡ് അക്കൗണ്ടോ ഏത് അക്കൗണ്ട് ആണെങ്കിലും നമുക്കിവിടെ ലോഗിൻ ചെയ്ത് ഇതിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് MT5. ഇതിനകത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലോജിക്ക് കോഡാക്കി എടുത്തു. അപ്പോൾ ഞാൻ കോഡ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വീഡിയോ അധികം നീട്ടുന്നില്ല. കോഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ടൂൾസിൽ MQL5 മെറ്റാകോഡ് ലാംഗ്വേജ് എഡിറ്റർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിലാണ് നമ്മൾ കോഡ് പേസ്റ്റ് ചെയ്ത് കമ്പൈൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് MQL5 എന്ന് പറയുന്നൊരു ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. MQL5 ബേസിക്കലി എനിക്കും അറിഞ്ഞുകൂടാ. ഇതിനൊരു സ്ട്രക്ചറൊക്കെ ഉണ്ട്. എനിക്ക് അറിയാവുന്ന ലാംഗ്വേജസ് C++, അങ്ങനത്തെ ലാംഗ്വേജുകളുടെ ബേസിക് ആണ് എനിക്കും അറിയുള്ളൂ. ഇത് ഞാൻ എൻ്റെ AI ടൂൾസ് വെച്ച് ഉണ്ടാക്കിയൊരു കോഡാണ്. അപ്പോൾ ഇതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ഇൻപുട്ട് ഏരിയ, പിന്നെ ഒരു ലോജിക്കൽ ഏരിയ, എക്സിക്യൂഷൻ ഏരിയ, അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ ഇൻ്റർഫേസ് വരുമ്പോൾ നമുക്കത് എക്സാക്ട്ലി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് കോഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിയൊരു എക്സ്പെർട്ട് അഡ്വൈസറാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ ലോജിക്ക് വെച്ച്. അപ്പോൾ അതിന് ഇതിൽ വന്നിട്ട് ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്ത് എക്സ്പെർട്ട് അഡ്വൈസർ നെക്സ്റ്റ് കൊടുത്ത് പോവാം. എക്സ്പെർട്സിൽ പോയി നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ഒരു പേര് കൊടുക്കണം നമുക്ക്. അപ്പോൾ നമുക്കിതിന് ഡെമോ നമ്പർ നമുക്കൊരു പേര് കൊടുക്കാം, ഡെമോ. ഓക്കെ, നെക്സ്റ്റ്, ഫിനിഷ്. ഈ ഒരു പേജ് നമുക്ക് ഓപ്പണായി വരും. അപ്പോൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി ഇവിടെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. ഡെമോയിൽ വന്നു. വേറൊരാൾക്ക് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞ സ്ട്രാറ്റജി ഓട്ടോമേറ്റ് ചെയ്തതാണ്. എന്നാലും നമുക്കതൊരു സ്റ്റഡി പർപ്പസിന് ചെയ്യാം, കുഴപ്പമില്ല. ഇതിവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കമ്പൈൽ ബട്ടൺ ഉണ്ട്. ഇത് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കോഡിനകത്ത്, സോഴ്സ് കോഡിനകത്ത് എന്തെങ്കിലുമൊക്കെ എററോ സിൻടാക്സ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ തന്നെ കറക്റ്റ് ചെയ്യാം. അതർവൈസ് ഈ കോഡ് ജനറേറ്റ് ചെയ്ത സ്ഥലം ഇപ്പോൾ ChatGPT ഫോർ എക്സാമ്പിൾ, അവിടെ ചെന്നിട്ട് ഈ എറർ ഉണ്ടെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റഡ് കോഡ് തന്നു കഴിയുമ്പോൾ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. പക്ഷേ ഇതിനൊക്കെ ബേസിക് ടൂൾസ് ആവശ്യമാണ്, പെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആവശ്യമാണ്. പെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് അത്ര ആക്യുറേറ്റ് ആയിട്ട് തരില്ല. ChatGPT ഞാൻ സജസ്റ്റ് ചെയ്യില്ല കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ChatGPT ഒരിക്കലും ഒരു കോഡ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ കോഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ വേറെയും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. ChatGPT നിങ്ങൾക്ക് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഇനീഷ്യലി അത് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാനും ChatGPT ആണ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഇനീഷ്യലി. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. നമ്മൾ കമ്പൈൽ ചെയ്ത് എററൊന്നുമില്ല. അപ്പോൾ എററൊക്കെ ക്ലിയറായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ MT5-ൻ്റെ ഇവിടെ ചെന്നിട്ട് ഇത് നമ്മുടെ നേവിഗേഷൻ ടാബാണിത്, ഈ ഒരു ഏരിയ. ഇതിനകത്താണ് ആ ഒരു ഉണ്ടാക്കിയ ഇത് വരാം, എക്സ്പെർട്ട് അഡ്വൈസർ വരാം. ഇതാണ് കിടക്കുന്നത് ഡെമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ട്രേഡിംഗ് ബോട്ട് അല്ലെങ്കിൽ എക്സ്പെർട്ട് അഡ്വൈസർ. ഇതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും. ഇവിടെ ഓൾറെഡി ഒരെണ്ണം കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടാലും ഇതിവിടെ വരും. വന്നു കഴിഞ്ഞിട്ട് ഇത് റീപ്ലേസ് ചെയ്തു. അപ്പം ഇതിനകത്ത് ഇൻപുട്സിൽ പോകുന്നു. അപ്പോൾ ഇൻപുട്സിൽ പോകുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ ലോജിക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഇൻപുട്ട് എന്തൊക്കെ വേണം, ടൈം ഫ്രെയിം, ഇതിനകത്തുള്ളത് ലോഡ് സൈസ്, ടൈം ഫ്രെയിം, EMAയുടെ ലെങ്തുകൾ 2 EMA, 9 1 50, ഇതെല്ലാം ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നതാണ്. TP1 to 1.2 1:2, TP2 1:3, TP3 1:4. ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഇപ്പോഴത്തെ ഒരു ഇതിൽ. ഓർഡർ കമൻറ്റ് ഇതിങ്ങനെ വരും. നമ്മളിത് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഡെമോ എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് സൈഡ് കോർണറിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് എക്സ്പെർട്ട് അഡ്വൈസർ, അല്ലെങ്കിൽ ട്രേഡിംഗ് ബോട്ട്, അല്ലെങ്കിൽ അൽഗോ, വാട്ട് എവർ യു കോൾ. അപ്പോൾ ഇത് ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലോജിക്കിലുള്ള ട്രേഡുകൾ ഇത് പ്ലേസ് ചെയ്യും, എക്സിറ്റ് ചെയ്യും, എൻട്രി ചെയ്യുകയൊക്കെ ചെയ്യും ഓട്ടോമാറ്റിക്കലി. നമ്മളതിനകത്ത് വേറെ ഇൻ്റർഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. PC ഓൺ ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ PC ഓൺ അല്ലാത്ത സാഹചര്യങ്ങളിലും നമുക്കത് ചെയ്യാൻ മറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് വരും വീഡിയോകളിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഇതാണ് എൻ്റെ പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് ഒരു സംശയം കാണുമ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ ഇത് പ്രോഫിറ്റബിൾ ആണോ സ്ട്രാറ്റജി, അല്ലയോ, ഇത് ബാക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ.
ഇപ്പോൾ ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും അതിന് ബാക്ക് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാനേ പറ്റില്ല. നമ്മൾ പാസ്റ്റിൽ ഇതിന് റിസൾട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു വിശ്വാസം വന്നത് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സ്ട്രാറ്റജി ഒരു ടെസ്റ്ററും ഈ ഒരു MD5 പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൂൾസിൽ ഇതിൽ സ്ട്രാറ്റജി ടെസ്റ്റർ ഏജൻറ്റ് മാനേജർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഇത് നമ്മൾ സിംപ്ലി സിംഗിൾ സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ ഡെമോ എന്നാണ് നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയ ഇതിൻ്റെ പേര്. അപ്പോൾ ഡെമോ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്, ഇതിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പിന്നെ വേണ്ടത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. ഏത് കാലയളവിലുള്ള ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതാണിത്. നമുക്കൊരു മാർച്ച് 1 തീയതി മുതൽ ഒരു 18 നവംബർ വരെയുള്ള ചെയ്യാം. ഇതിനകത്ത് ഇങ്ങനെയാണിത് ചെയ്യാം വരാം. ഇതിന് നമുക്ക് വിഷ്വലി കണ്ട് നമുക്കിത് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ ബാക്ക് ടെസ്റ്റിൻ്റെ പീരീഡിൽ ട്രേഡ് എടുക്കുന്നത് നമുക്ക് കാണാം. കണ്ടു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഫുൾഫില്ലായി ട്രേഡ് എടുക്കുന്നില്ല, അത് ഈ കോഡിൽ വരുന്ന ചില എററുകളും മിസ്റ്റേക്കുകളും ഒക്കെ കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ നമുക്കിത് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ഇനീഷ്യൽ ഒരു ബാക്ക് ടെസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ $500 ആണ്. 500 USD ആണ്. നമുക്ക് നോക്കാം. പിന്നെ ഇൻപുട്ട് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ ക്രെഡൻഷ്യൽസ് എല്ലാം കറക്റ്റാണോ നോക്കും. നമ്മൾ ക്രെഡൻഷ്യൽസ് എല്ലാം ഇൻപുട്ട്സ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് മുമ്പ് പറഞ്ഞല്ലോ EMIയുടെ ലെങ്ത്, അതായത് ഓക്കെ. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ വിഷ്വൽ ഓണായി വരും. വിഷ്വലിൽ ഇത് കണ്ടോ, ട്രേഡ് എടുത്ത് പോകുന്നുണ്ടോ. ഇത് സ്ലോ ആക്കി നമുക്ക് കാണാം. സ്ലോ ആയി കഴിയുമ്പോൾ നമുക്ക് ആ പോയിന്റ് ടു പോയിന്റ് കാണാൻ പറ്റും എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ടാണിത്. ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ഇക്വിറ്റി ഗ്രാഫ്. ഇതാണ് ഇതിൻ്റെ ഇക്വിറ്റി ഗ്രാഫ്. ഇവിടെ നമ്മൾ 500 തുടങ്ങി ഇത് ഗ്രാജുവലി ഡ്രോ ഡൗണിലോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രോ ഡൗണിലോട്ട് പോകുന്ന സ്ട്രാറ്റജി നമ്മൾ ലോങ് ടൈമിൽ ഉപയോഗിക്കാൻ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിത് ഇടണോ ഇടണ്ടോ എന്നല്ല, അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റിസൾട്ടാണ്. ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് പോയി കഴിയുമ്പോൾ ഈ പറയുന്ന കാലയളവിൽ ഏറെക്കുറെ ഇത് 798 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് 500 ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് $116 മൈനസിലാണ് ഇത് വന്നത്. ഇതൊരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഇതുപോലെ നമുക്ക് ഓട്ടോമേറ്റ് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ആൽഗോ ട്രേഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ തലയ്ക്ക് നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ MD5 പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ MD5 ഈ EA കൺസ്ട്രക്ഷൻ സെയിൽസ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ MD5 തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടും. അവരൊരുപാട് ഇതാണ് എൻ്റെ മാർക്കറ്റ് പ്ലേസ്. ഈ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ പോയി നോക്കി കഴിയുമ്പോൾ ഇതെല്ലാം ഈ പറയുന്ന എക്സ്പെർട്ട് അഡ്വൈസേഴ്സാണ്. ഇപ്പം നമ്മൾ കാണിച്ച സാധനം തന്നെയാണ് വിൽക്കാനിട്ടിരിക്കുന്നതാണിത്. ഇതിനകത്ത് മാർക്കറ്റിൽ $1250. $1250 എന്നൊക്കെ പറയുമ്പം ലക്ഷത്തിന് മേലെയായി വില. $2000 ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതൊന്നും കണ്ട് ഇതിലേക്കൊന്നും നിങ്ങൾ പോകരുത്. കാര്യം ഇതിനകത്ത് ഒരുപാട് വലിയ വാഗ്ദാനങ്ങളും വലിയ ഇക്വിറ്റി ഗ്രാജുവലി ഗ്രോയിങ് ഇക്വിറ്റി ഗ്രാഫൊക്കെ കാണിച്ചു തരും, ബാക്ക് ടെസ്റ്റ് റിസൾട്ടുകൾ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും, ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇത് വാങ്ങിക്കാമെന്ന്. പക്ഷെ അത് വാങ്ങിക്കരുതെന്ന് പറയാനുള്ളൊരു കാരണം ഞാൻ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ തന്നെ ബിൽഡ് ചെയ്ത വേറൊരു ബോട്ടുണ്ട്, ഇതാണത്. അപ്പോൾ ഇത് നമ്മൾ 1 മിനിറ്റിൽ ആവശ്യമുള്ളൊരു ബോട്ടാണ്. ഇതൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് ഗോൾഡിൻ്റെ. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ATR ഇട്ടു. ഓക്കെ, ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടു. നമുക്ക് വിഷ്വൽ വേണ്ട. വിഷ്വൽ കുറച്ചൊരു ഹാങ് വന്ന പരിപാടിയാണ്. വിഷ്വൽ ഇട്ട് നമുക്ക് വിഷ്വൽ ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ ഗ്രാഫ് കേട്ടോ. നോക്കിക്കോ, $500 നമ്മൾ തുടങ്ങിയത്. 3-4 മാസത്തെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. $1600, $2000. ഇത് കുറച്ചൊരു ടൈം എടുക്കും ഇത് ബാക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആവാൻ, കുറച്ചൊരു ലോങ് ഡ്യൂറേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വിറ്റി ഗ്രാഫ് ഉണ്ടോ, $500 തുടങ്ങിയ ഇക്വിറ്റി ഗ്രാഫാണിത്. $5000, $6000 എത്തുന്നത്. 5699 ഇപ്പോൾ കുറച്ചും കൂടി ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. $6800 പ്രോഫിറ്റ് കാണിക്കുന്നത്. എത്ര നാളുണ്ടാവും? ഇത് ഒരു 3 മാസത്തെ ഡേറ്റ, 3-4 മാസത്തെ ഡേറ്റയാണിത്. ഇതിൻ്റെ 5-ാം മാസം മുതൽ 11-ാം മാസം വരെ ഒരു 6 മാസത്തെ ഡേറ്റയാണിത്. 6 മാസം കൊണ്ട് $500 എന്നുള്ളത് എത്ര നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്? $500 6 മാസം കൊണ്ട് കുറച്ചൊന്ന് ഹാങ് ആവുന്നുണ്ട്.
എന്താ സംഭവം അറിയില്ല, സാധാരണ ഇങ്ങനെ ആവാത്തതാണ്. ഇനിഷ്യൽ ഡെപ്പോസിറ്റ് 500 ആയിരുന്നു. $6,905 ഞാൻ 5 മാസം കൊണ്ട് ഇത് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ എത്ര ടൈംസാണ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ എന്താ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റാണ്. പ്രോഫിറ്റ് ഫാക്ടർ 1.31 ആണ്. റിക്കവറി ഫാക്ടർ 20.96 ആണ്. പക്ഷേ ഇത് പ്രോഫിറ്റബിൾ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് പ്രോഫിറ്റബിൾ അല്ലാത്തതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ടോട്ടൽ ട്രേഡ്സ് എടുത്തിരിക്കുന്നത് 83,047 ട്രേഡ്സാണ് എടുത്തിരിക്കുന്നത് ഈ 5-6 മാസം കൊണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡിൽ XAUUSD 0.01 ഒരു ലോട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് സ്പ്രെഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ആവുന്നത് തന്നെ $0.5 ലോസിലായിരിക്കും നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യുന്നത്. സ്പ്രെഡാണത്. അത് ആസ്ക് ബിഡ് പ്രൈസിൻ്റെ വ്യത്യാസവും പിന്നെ ബ്രോക്കറേജും അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഈ 1347 ട്രേഡിൻ്റെ ആയി കഴിയുമ്പോൾ തന്നെ ഏറെക്കുറെ $42,000 അവിടെ ചാർജ് വന്നിട്ടുണ്ട്. ആ ചാർജിൽ നിന്ന് ആണ് പിന്നെ ഈ പ്രോഫിറ്റ് പിന്നെ ഭയങ്കര മിനിമലായിട്ടുള്ളൊരു പ്രോഫിറ്റാണ്. പക്ഷേ ഗ്രാഫ് നിങ്ങളെ കാണിക്കുമ്പോൾ ഗ്രാഫ് കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്ന് അടിപൊളി കോഡ് ക്രാക്ക് ഇത് സ്റ്റഫ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ അല്ല ഇത് വർക്ക് ചെയ്യണത്. ഇതൊരു വാണിംഗ് അല്ല, അതൊരു അഡ്വൈസ് ആയിട്ട് എടുത്താൽ മതി. ഇതിനകത്ത് ഈ മാർക്കറ്റിൽ കാണുന്ന എല്ലാം ഒന്നും ചിലതൊക്കെ കാണുമായിരിക്കും കേട്ടോ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് റിവ്യൂ ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. അവരുടെ തന്നെ ഫ്രണ്ട്സിനെയും ഫാമിലിയെ കൊണ്ടൊക്കെ റിവ്യൂ ഇട്ടേപ്പിച്ചിരിക്കുന്നതാണോ എന്നറിയത്തില്ല, ഇടിയിപ്പിച്ചിരിക്കുന്നതാണോ എന്നറിയില്ല. എന്നാലും അങ്ങനെ കുറേ പരിപാടികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതാണ് പരിപാടി. അപ്പം ഇങ്ങനെയാണ്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ട്രേഡിങ് അൽഗോ ട്രേഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ MT5 എങ്ങനെ നമ്മുടെ ഒരു ചെറിയ സ്ട്രാറ്റജി അങ്ങോട്ട് ആക്കാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം ഒരിക്കലും ഇതുകൊണ്ടുള്ള മോണിറ്റൈസേഷൻ ആഡ് റവന്യൂ അല്ല. എൻ്റെ കുറച്ചുകൂടി ഒരു വലിയ തരത്തിലുള്ള ഒരു എയിം ഒക്കെയാണ്. ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിൽ ഞാനിങ്ങനെ എൻ്റെ പഠനവും വർക്കും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇനി പോകെ ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും അൽഗോ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോമേഷൻ സാധ്യമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റായിട്ട് ഉദ്ദേശം. അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഓപ്ഷൻ ബയേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് മെത്തേഡ് ഒരു കുറഞ്ഞ പൈസയ്ക്ക് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഇതൊക്കെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത് റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ട്രേഡേഴ്സിന് എങ്ങനെ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അവരിലേക്ക് എത്തിക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തന്നെ തുടങ്ങാൻ ഉദ്ദേശം. പിന്നെ സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ സ്വപ്നത്തിലേക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് നടക്കുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മളുടെ ഒരു എയിമിലേക്ക് എത്തുക എന്നൊക്കെ ഉള്ളതാണ് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ MT5 സ്ട്രാറ്റജികൾ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കോഡിങ് ഒട്ടും അറിയില്ല, നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി പറഞ്ഞാൽ നമ്മൾ അത് ഓട്ടോമേറ്റ് ചെയ്ത് തരാനും തയ്യാറാണ്. ഓഫ് കോഴ്സ് ഫ്രീ ആയിട്ട് ചെയ്തു തരില്ല, അതിന് ചാർജ് ചെറുതായിട്ട് ഈടാക്കും. പക്ഷേ സ്ട്രാറ്റജി നിങ്ങളുടെ ആയിരിക്കും, നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി ഉണ്ടാവും. ഓട്ടോമേഷൻ മാത്രം നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് ആ ബോട്ടിൻ്റെ ഫയൽ തരും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഡീറ്റെയിൽസൊക്കെ ലിങ്കിൽ ഇട്ടേക്കാം. അതർവൈസ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ടും ഈ പറയുന്ന മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് മൊത്തം വീഡിയോയും കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാം. എത്ര പേര് ഇത് മൊത്തം വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാനാണ്, വേറെ അതുകൊണ്ട് ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ വേറൊരു വീഡിയോ ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉള്ള വീഡിയോ അടുത്തത് ഉടനെ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതോ ഇനി ഇതേ കണ്ടൻറ്റിൽ ഇനിയും അങ്ങോട്ട് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.